അവസ്ഥയായിപ്പോയി ഗൈസ്. കയ്യിലിട്ട് കൊണ്ട് തന്നെയാണ്. ഇതാണ് തീർന്നു. ഇതാണ് പുതിയ ടയർ, അപ്പോളോയുടെ ടയറാണ്. ഹായ് ഗൈസ്, എല്ലാവരും അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തെല്ലാം ഉള്ള വണ്ടിയെല്ലാം അവിടെ ഹോൺ അടിച്ചു വരും. അത്രയും നേരം ഒറ്റ വണ്ടി ഹോൺ അടിച്ച് പറ്റൂല. അപ്പോൾ പറഞ്ഞത് ഹായ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാവും എന്ന് തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട്, കുറേ കാലം മീൻസ് വളരെ കുറേ കാലം കിടന്നും കൊണ്ടല്ല, മടുത്തായിപ്പോയി. അപ്പോൾ ഇനിയും സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ഇടും എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇടാൻ ശ്രമിക്കാം. കുറേ കാലമായിട്ട് വിചാരിക്കുന്നു നിങ്ങളെല്ലാം കണ്ട് സംസാരിച്ചു കൊണ്ട് ഒരു വ്ളോഗൊക്കെ ചെയ്യണം. പക്ഷേ ഇപ്പോഴായിരിക്കും എൻ്റെ സമയം വന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് വീഡിയോ ഇടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇടാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പം പുറത്ത് നല്ല മഴക്കോള് കാണുന്നുണ്ട്. ബൈക്ക് എടുത്തിട്ട് കുറേ കാലമായി. അതുകൊണ്ട് പായൽ പിടിച്ച രീതിയിലാണ് വണ്ടിയുടെ അവസ്ഥ. അതുകൊണ്ട് അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ വന്ന് കൊണ്ടുപോകണം. വണ്ടി മൊത്തത്തിലൊന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കണം. ഇൻഡിക്കേറ്ററിലൊക്കെ പായൽ പിടിച്ചു, ആ അവസ്ഥയായിപ്പോയി ഗൈസ്. കയ്യിലിട്ട് കൊണ്ട് തന്നെയാണ്. പിന്നെ വണ്ടിയുടെ ടയർ രണ്ടും തേഞ്ഞ് തീർന്നു. അപ്പോൾ ടയർ മാറ്റുന്നില്ല. ബാക്ക് ടയർ കുറച്ച് നാളും കൂടെ പോകുമെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട് ടയർ തീർന്നു. അപ്പോൾ ഒന്ന് ഫ്രണ്ട് ടയറൊന്ന് മാറ്റണം. ഫ്രണ്ട് ടയർ മാറ്റി വണ്ടിയും കഴുകണം. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു പരിപാടി. പിന്നെ കുറച്ച് പരിപാടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം വണ്ടി എടുക്കണം, പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ച ശേഷം സർവീസ് സെൻറ്ററിൽ കയറണം. സർവീസ് സെൻറ്ററിൽ കയറ്റി വണ്ടി കഴുകി സെറ്റാക്കി എടുത്തിട്ട് വേണം ടയർ മാറ്റാൻ പോകാൻ. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. എടുത്തിട്ട് സോ അതൊക്കെ ഒരു പരിവായി. ഞാൻ കാണിച്ചു തരാം. പൂപ്പരടിച്ച് അവിടെ ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞ മഴയത്ത് ഒഴുകി വന്നതാണ്. നോക്കണ്ട, എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്തു വീട് പൂട്ടി ഇറങ്ങാം ഗൈസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അത്യാവശ്യം മഴക്കോളുണ്ട്. വണ്ടിയുടെ അവസ്ഥ ഇതാണ്. പയലൊക്കെ പിടിച്ചു. ഇതേ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഉണ്ടല്ലോ ഗൈസ്, പയലാണ്. ടയറിൻ്റെ അവസ്ഥയും ഇതാണ്. തീർന്നു, ദി എൻഡ്. ബാക്ക് ടയർ കുറച്ച് നാളും കൂടെ കൊണ്ട് നടക്കുക. ഒരു 2-3 ആഴ്ചയും കൂടെ ഓടിക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ കോലം. അപ്പോൾ പോവാം. പിന്നെ റണ്ണിങ് ഗൈസ്. അപ്പോൾ എന്തായാലും ടയർ മാറ്റുന്നു. ഇതാണ് പുതിയ ടയർ, അപ്പോളോയുടെ ടയറാണ്. ഇത് അപ്പോളോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തോ. ഇതാണ് പുതിയ ടയർ. ചേരുമായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും പഴയ ടയർ ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇളക്കി മാറ്റി വേണം പുതിയ ടയർ ഇടാനായിട്ട്. എന്തായാലും ഇതെല്ലാം ഇളക്കിയെടുത്ത് പുതിയ ടയർ കിട്ടിയാൽ നമ്മൾ സംസാരിക്കുക, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ പുതിയ ടയർ എടുത്ത് ഇടാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെല്ലാം. ഗൈസ്, അപ്പോൾ എന്തായാലും ടയർ മാറ്റിയിട്ടുണ്ട്. ഇതാണ് പുതിയ ടയർ, അപ്പോളോയുടെ ടയറാണ് ഇട്ടേക്കുന്നത്. ടയർ മാറി വണ്ടി കഴുകി അടിപൊളിയായി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷമായി. കുറേ നാൾക്ക് ശേഷം വണ്ടി വെളിയെടുത്തപ്പോൾ സന്തോഷമായി. ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ടയർ മാറ്റി സർവീസ് കഴിഞ്ഞു. പിന്നെ എന്തോ നോക്കുന്നുണ്ട്, അതും കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ ദിവസത്തെ ഞാൻ ഇറങ്ങിയ പരിപാടി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ദിവസം ബാക്ക് ടയർ മാറ്റുന്ന വീഡിയോ ഉണ്ടാവും. അതാണ് ഇനി അടുത്ത വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത പുതിയൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.